ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് പ്ലേസ് വാല്യൂ ആണ്. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഓഫ് ഡിജിറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ഒരു ഡിജിറ്റിൽ അതിൻ്റെ ഓരോ പ്ലേസിലുള്ള വാല്യൂവിനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയൊക്കെ പറയാം? വൺസ് പ്ലേസ് ഉണ്ട്, ടെൻസ് പ്ലേസ് ഉണ്ട്, 100 പ്ലേസ് ഉണ്ട്, 1000 പ്ലേസ് ഉണ്ട്. അപ്പം വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000. അപ്പോൾ കൂട്ടുകാർ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇതെല്ലാം സ്പെല്ലിങ് പഠിക്കണം കേട്ടോ. വൺസ് ONES വൺസ്, ടെൻസ് TENS ടെൻസ്, ഹൺഡ്രഡ്സ് HUNDREDS ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് THOUSANDS. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, പിന്നെ വരും 10,000. അത് നമ്മുടെ അടുത്ത ക്ലാസ്സിലൊക്കെ ടീച്ചർ പറഞ്ഞു തരാം. അപ്പോൾ ടീച്ചർ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്. 7286. 7286 അത് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നേ? എങ്ങനെയാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്? ഇത് വൺസ് പ്ലേസ് ആണ്. 8 എന്താണ്? ടെൻസ് പ്ലേസ് ആണ്. 2 100 പ്ലേസ് ആണ്. 7 1000 പ്ലേസ് ആണ് അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാം. എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ എളുപ്പം മനസ്സിലാവും. അപ്പോൾ എക്സ്പാൻഡഡ് ഫോം എഴുതാം. ടീച്ചറിൻ്റെ കൂടെ എഴുതി പഠിക്കണം കേട്ടോ. എക്സ്പാൻഡഡ് EXPANDED എക്സ്പാൻഡഡ് ഫോം FORM. ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഏത് പ്ലേസിലാണ് കിടക്കുന്നത്? ഇത് 1000 പ്ലേസിലാണ്. അപ്പം നമുക്കിതിനെ 7000 എന്ന് എഴുതാം. ഇത് ഏത് പ്ലേസിലാണ്? 100 പ്ലേസിലാണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 200. 100 എന്ന് പറയുമ്പോൾ നമ്മൾ 2 0 ഇടും. ഇനി 8 ഏത് പ്ലേസിലാണ് കിടക്കുന്നത്? ടെൻസ് പ്ലേസിലാണ്. ടെൻസ് പ്ലേസ് ആണ് നമ്മൾ 1 0 ആണ് ഇടുന്നത്. 6 വൺസ് പ്ലേസിലാണ്. അപ്പോൾ നമ്മൾ 6 എന്ന് മാത്രം എഴുതാം. അതിൻ്റെ കൂടെ 0 എന്നും ഇടത്തില്ല. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നമ്പർ നെയിം നമ്മൾ എങ്ങനെ ഇതിൻ്റെ പേരെഴുതുന്നത്? നമ്പർ നെയിം നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7000. 7 ഇതാണ് 7000. 200 86. മനസ്സിലായോ? ഇത് വൺസ് പ്ലേസ് ആണ്. പിന്നെ ഇത് ടെൻസ് പ്ലേസ്, 8 ടെൻസ് പ്ലേസ്, 2 100 പ്ലേസ്. 100 പ്ലേസ് TH എന്ന് പറഞ്ഞാണ്. T ക്യാപിറ്റലും H സ്മോളും. 1000 വരുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് അറിയാമോ എഴുതുന്നത്? 1000ൻ്റെ പ്ലേസ് വരുന്നത് TH. 1000. അപ്പോൾ നമുക്ക് 7286. ഇത് വൺസ് പ്ലേസ്, ഇത് ടെൻസ് പ്ലേസ്, ഇത് 100 പ്ലേസ്, ഇത് 1000 പ്ലേസ്. മനസ്സിലായോ? അപ്പോൾ 7286. 286. മനസ്സിലായോ? ഒരു എക്സാമ്പിളൂടെ ടീച്ചർ പറഞ്ഞുതരാം. ടീച്ചറിൻ്റെ കൂടെ ചെയ്യണം കേട്ടോ. അത് നമുക്ക് 10,000 പ്ലേസ് ഉള്ളതും എഴുതാം. 18,426. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം ഇതിങ്ങനെ വായിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഇതിനെ
പീരീഡ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇത് നോക്കുമ്പോൾ ഇത് എഴുതിക്കേ, ഇത് വൺസ് പ്ലേസ് ആണ്, ഇത് ടെൻസ് പ്ലേസ് ആണ്, ഇത് 100 പ്ലേസ് ആണ്, ഇത് 1000 പ്ലേസ് ആണ്, ഇത് 10,000 TTH എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഈ 1000 വരുന്നതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഈ 18ൻ്റെ ഇടയ്ക്ക് ഒരു കോമ ഇടും. അപ്പം 18,426 എന്ന് വായിക്കും. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇത് 10,000 1 എന്ന് പറയുന്നത് 10,000ൻ്റെ പ്ലേസ്. 10,000 വരുമ്പോൾ നമുക്ക് എത്ര സീറോ വരുന്നതെന്ന് അറിയാമോ? 4 സീറോ ആണ് 10,000ന് വരുന്നത്. 4 സീറോ 1 2 3 4 പ്ലസ് 8 വരുമ്പോൾ എന്താ? അത് 1000 പ്ലേസിലാണ് കിടക്കുന്നത്. 8 എഴുതിയിട്ട് 3 സീറോ ഇടും. പിന്നെ 4 എഴുതിയിട്ട് അത് ഏത് പ്ലേസിലാണ് കിടക്കുന്നത്? 100 പ്ലേസിലാണ് കിടക്കുന്നത്. 4 എഴുതിയിട്ട് 2 പൂജ്യം ഇടും. 2 എഴുതിയിട്ട് 10th പ്ലേസിലായതുകൊണ്ട് 1 പൂജ്യം ഇടും. 6 എഴുതിയിട്ട് 1st പ്ലേസിലായതുകൊണ്ട് അതിൻ്റെ കൂടെ പൂജ്യമൊന്നും ഇടത്തില്ല. അപ്പം ഇതാണ് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം. ഇതെന്താണ്? എക്സ്പാൻഡഡ് ഫോമാണിത്. ഇനി ഇതിൻ്റെ നമ്പർ നെയിം എഴുതാൻ പറഞ്ഞാൽ നമ്പർ നെയിം എങ്ങനെ എഴുതുന്നത്? 18,426. ഒന്ന് എഴുതി നോക്കിയേ. 18,426 EIGHTEN 18,000 CHOUSAND 18,000 400 HUNDRED 400. പിന്നെ എങ്ങനെ വരുന്നത്? 426 TWENTY 26. ഇതാണ് അതിൻ്റെ നമ്പർ നെയിം എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതുന്നതാണ് എന്ത്? എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നമ്പർ തന്നാൽ അതിൻ്റെ പ്ലേസ് വാല്യൂ, അതുപോലെ തന്നെ എക്സ്പാൻഡഡ് ഫോം, നമ്പർ നെയിം, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം.